അസ്സലാമു അലൈക്കും. പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ പല ആളുകളും ടോപ്പ് പ്ലസ്, ഡിസ്റ്റിങ്ഷൻ, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, ഫെയിൽഡ് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ മുഴുവനായി കാണാം. അതിനു മുമ്പായിട്ട് നമ്മുടെ സമസ്ത പൊതുപരീക്ഷ നടക്കാൻ പോകുന്നത് അടുത്ത മാസം 2-ാം തീയതിയാണ്. അതായത് നമുക്കിനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്, ഒരു മാസത്തിൻ്റെ ചുവടെ. ശനി അതുപോലെ ഞായർ ഈ 2 ദിവസങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. പിന്നെ അതിന് പുറമെ 5, 7 എന്നീ 2 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ച ഖുർആൻ പരീക്ഷയുണ്ടാകും, ഖുർആനും ഹിഫ്ളും. അപ്പോൾ ഖുർആൻ പരീക്ഷയ്ക്ക് ഏകദേശം 2-3 ആയത്തുകൾ മാത്രമാണ് ഓദിക്കുക. എവിടെ നിന്നാണ് ഓദിക്കുക എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ടോപ്പ് പ്ലസും ഡിസ്റ്റിങ്ഷനും കണക്കാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഫെയിൽഡ്, പരാജയം. കുട്ടിക്ക് 30-ന് താഴെയാണെങ്കിൽ അവിടെ പരാജയമാണ്. കുറഞ്ഞത് 30 മാർക്കെങ്കിലും കിട്ടണം. ഇനി 29 ആണെങ്കിൽ 30 ആക്കി കൊടുക്കും. പക്ഷേ 17 മാർക്കുള്ളതൊന്നും ഒരിക്കലും 30 ആക്കി കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ 30-ന് താഴെയുള്ള ഏത് മാർക്കും ഫെയിൽഡാണ്. 30 മാർക്ക് പാസ്സാണ്, തേർഡ് ക്ലാസ്സിലാണ് പെടുക. പിന്നെ അതുപോലെ 50 മാർക്ക്, 50 മാർക്കിൻ്റെയും 30 മാർക്കിൻ്റെ ഇടയിലാണ് എന്ത് വരുന്നത്, തേർഡ് ക്ലാസ് വരുന്നത്. 50-ൻ്റെ താഴെ 45 കിട്ടിയാലും തേർഡ് ക്ലാസ്സാണ്. 31 കിട്ടിയാലും 30 കിട്ടിയാലും തേർഡ് ക്ലാസ് തന്നെയാണ്. ഫെയിൽഡ് വരുന്നത് 30-ൻ്റെ താഴെയാണ്. അധിക കുട്ടികളും തേർഡ് ക്ലാസ്സെങ്കിലും ഒന്ന് ജയിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് ഉദ്ദേശിക്കുന്നവരാണ്. അല്ലാഹു എല്ലാവരും വിജയിപ്പിക്കുമാറാകട്ടെ. ഇനി സെക്കൻഡ് ക്ലാസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. സെക്കൻഡ് ക്ലാസ് കിട്ടണമെങ്കിൽ 60-ൻ്റെയും 50-ൻ്റെയും ഇടയിലായിട്ട് മാർക്ക് ലഭിക്കണം. എല്ലാ വിഷയങ്ങളിലാണ് പറയുന്നത് കേട്ടോ. ഒരു വിഷയം മാത്രം കയറിയത് കൊണ്ട് എല്ലാ വിഷയവും ആ സ്ഥാനത്തേക്ക് കയറൂല. അതായത് ടോപ്പ് പ്ലസ് ഒരാൾക്ക് ഇപ്പോൾ നമ്മൾ തേർഡ് ക്ലാസ്സല്ലേ പറയണത്. അപ്പോൾ എല്ലാ വിഷയങ്ങളിലും തേർഡ് ക്ലാസ് ഉണ്ട്, പക്ഷെ ഒറ്റ വിഷയത്തിൽ മാത്രം സെക്കൻഡ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഒരു വിഷയം മാത്രമല്ലേ സെക്കൻഡ് ക്ലാസ് ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ബാക്കിയുള്ള വിഷയം സെക്കൻഡ് ക്ലാസ്സിക്ക് എടുത്തു വെക്കൂല, മറിച്ച് അവിടെ തേർഡ് ക്ലാസ്സാണ് പരിഗണിക്കുക. ഇനിയോ എല്ലാം സെക്കൻഡ് ക്ലാസ്സാണ്, എല്ലാ വിഷയത്തിലും സെക്കൻഡ് ക്ലാസ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഒരു വിഷയത്തിൽ മാത്രം തേർഡ് ക്ലാസ് ഉണ്ടെങ്കിൽ അത് പരിഗണിക്കുക തേർഡ് ക്ലാസ്സാണ്. അതങ്ങനെയാണ് വരിക കേട്ടോ. അത് പല കുട്ടികൾക്കുള്ള സംശയമാണ്. സെക്കൻഡ് ക്ലാസ് വരുന്നത് 60 മാർക്കിൻ്റെയും അതുപോലെ 50 മാർക്കിൻ്റെ ഇടയിലായിട്ടാണ്. ഇനി ഫസ്റ്റ് ക്ലാസ് വരുന്നത്, ഫസ്റ്റ് ക്ലാസ്സെങ്കിലും കൂടുതൽ കുട്ടികൾ പ്രതീക്ഷിക്കും. അത്യാവശ്യം ഒരു മീഡിയം നിരക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ ഫസ്റ്റ് ക്ലാസ്സാണ് പ്രതീക്ഷിക്കുന്നത്. അത് 80-ൻ്റെയും 60-ൻ്റെയും ഇടയിലായിട്ടാണ് വരുന്നത് കേട്ടോ. 80-ൻ്റെയും 60-ൻ്റെയും ഇടയിലായിട്ടാണ് ഫസ്റ്റ് ക്ലാസ് വരുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു വിഷയത്തിൽ മാത്രം ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, ബാക്കിയുള്ളതിലൊക്കെ തേർഡ് ക്ലാസ് ആണെങ്കിൽ അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ആണെങ്കിൽ പരിഗണിക്കുക സെക്കൻഡ് ക്ലാസ് ആയിരിക്കും കേട്ടോ. ഇനി ഡിസ്റ്റിങ്ഷൻ, ടോപ്പസ് കിട്ടാത്തവർ ഡിസ്റ്റിങ്ഷനെങ്കിലും കിട്ടും. എന്നാൽ കുറേ ആളുകൾക്ക് നിരാശയാണ് ഡിസ്റ്റിങ്ഷൻ കിട്ടൽ. കാരണം ടോപ്പ് പ്ലസ് പ്രതീക്ഷിച്ചവരുണ്ടാകും, അത്യാവശ്യം നല്ല പഠിക്കുന്ന കുട്ടികൾക്ക്. അപ്പോൾ അവർക്ക് വരുന്നത് 97 മാർക്കിൻ്റെയും 80 മാർക്കിൻ്റെ ഇടയിൽ വരുമ്പോഴാണ്. 80 മാർക്കിൻ്റെയും 97 മാർക്കിൻ്റെ ഇടയിൽ വരുമ്പോഴാണ് ഡിസ്റ്റിങ്ഷൻ കിട്ടുന്നത്. ഉദാഹരണത്തിന് 96 മാർക്ക് ഒരു വിഷയത്തിൽ മാത്രം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതിലൊക്കെ 97-ൻ്റെ മേലുണ്ട് അല്ലെങ്കിൽ 100 ഉണ്ട് എങ്കിൽ അവിടെ ഡിസ്റ്റിങ്ഷനാണ് കണക്കാക്കുക. അതെങ്ങനെയെങ്കിലും 97 കിട്ടിയാൽ അത് ടോപ്പ് ക്ലാസ്സായി മാറും. ചില സന്ദർഭങ്ങളിൽ റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും അത് ടോപ്പ് പ്ലസ് ആകാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ അക്ഷരത്തെറ്റോ അതല്ലെങ്കിൽ ഉത്തരം തെറ്റിയിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും അത് ശരിയാക്കൂല.
ഇനി ടോപ്പ് പ്ലസ് വരുന്നത് 97ൻ്റെയും 100ൻ്റെയും ഇടയിലാണ്. 100 മാർക്ക് കിട്ടിയാലും ടോപ്പ് പ്ലസ് ആണ്, 99 കിട്ടിയാലും ടോപ്പ് പ്ലസ് ആണ്, 98 ആണെങ്കിലും 97 ആണെങ്കിലും ഒക്കെ ടോപ്പ് പ്ലസ് ആണ്. എല്ലാ വിഷയത്തിലും ഈ പറഞ്ഞതുപോലെ എല്ലാ വിഷയത്തിലും 97 അതല്ലെങ്കിൽ 100 അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സംഖ്യ കിട്ടിയാൽ മതി. അതിനിപ്പോൾ 97 ഒരു വിഷയത്തിലുണ്ട്, 98 ഒരു വിഷയത്തിലുണ്ട്, 99 ഒരു വിഷയത്തിലുണ്ട്, 100 മറ്റൊരു വിഷയത്തിലുണ്ട്. എന്തായാലും പ്രശ്നമല്ല, ടോപ്പ് പ്ലസ് തന്നെയാണ് ഒക്കെ വരിക. എല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ടോപ്പ് പ്ലസ് പ്രതീക്ഷിച്ചായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത്. നിങ്ങൾ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ടോപ്പ് പ്ലസ് പ്രതീക്ഷിച്ച് വരുന്നവർ നല്ലവണ്ണം, അതായത് മുക്കും മൂലയും അടിച്ച് നിരത്തി പഠിക്കുന്ന രൂപത്തിൽ. കാരണം കഴിഞ്ഞ വർഷം പരീക്ഷയിൽ വന്നത് തജ്വീദിലെ ഒരു പാഠത്തിൻ്റെ ഒരു ചെറിയൊരു വാക്ക്, മുസ്തമിഅ് എന്ന് പറയുന്ന ഒരു വാക്ക് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള വാക്കുകളാണ്. പരമാവധി അവർ ടോപ്പ് പ്ലസ് കൊടുക്കാതിരിക്കാനാണ് ശ്രമിക്കുക. കാരണം എല്ലാവർക്കും ടോപ്പ് പ്ലസ് ആയി കഴിഞ്ഞാൽ വില ഉണ്ടാവില്ല, ഒരു വാല്യൂ വേണ്ടേ. എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാൽ ഒരു വാല്യൂ പോയി. മറിച്ച് വാല്യൂ കിട്ടണമെങ്കിൽ നന്നായി പഠിക്കണം. അപ്പോൾ തജ്വീദിലെ മുസ്തമിഅ് എന്നുള്ള ആ വാക്ക് ആരും ശ്രദ്ധിച്ചില്ല. ആദാബുൽ മുസ്തമിഉൽ ഖിറാഅത്ത് എന്നുള്ള പാഠത്തിൽ ആ ഹെഡിങ്ങിൽ ആ ചെറിയ അറബി വാക്കിൻ്റെ അർത്ഥമാണ് ചോദിച്ചത്. അപ്പോൾ ടോപ്പ് പ്ലസ് പ്രതീക്ഷിക്കുന്നവർ നല്ലവണ്ണം ശ്രദ്ധിച്ച് പഠിക്കുക. അള്ളാഹു എല്ലാവർക്കും അർഹമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.